ലാസ്റ്റ് ടു കാർഡ്സ് മാച്ച് എന്ന ഒരു ഗെയിം പരിചയപ്പെടാം. അതോടൊപ്പം അതിൻ്റെ ഗണിത തത്വവും. ഈ ഗെയിമിന് ആവശ്യമാകുന്ന 10 കാർഡുകളാണ്. 2 സെറ്റുകളിലായി 10 കാർഡുകൾ. അതായത് ഓരോ സെറ്റിലും 5 വീതം. എങ്ങനെയാ ഈ കാർഡ് ഉപയോഗിച്ച് കളിക്കുക, അല്ലെങ്കിൽ എന്താണ് ഈ കളി? ഈ 10 കാർഡുകളിൽ നിന്ന് ഓരോ സെറ്റിൽ നിന്നും ഓരോ കാർഡ് വീതം ഞാൻ എടുത്തു മാറ്റിവെക്കും. ഓരോ ജോഡിയായി. ഇതിനാകെ 10 കാർഡുകളാണ്. അപ്പോ 5 ജോഡി. അതിൽ 4 ജോഡി കാർഡുകളും മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ഒരു ജോഡി എന്ന് പറയുന്നത് സെറ്റ് എയിൽ നിന്ന് 1, സെറ്റ് ബിയിൽ നിന്ന് 1. അതായത് 2 സെറ്റുകളിലായി 2 കാർഡുകൾ. അത് മാച്ച് ആയിരിക്കും. അതാണ് ഈ കളിയുടെ പേര്, ലാസ്റ്റ് 2 കാർഡ്സ് മാച്ച്. കളി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്നറിയോ? ആ അവസാനത്തെ, അതായത് 5ാമത്തെ ജോഡി കാർഡ് മാത്രമല്ല, 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ആദ്യം എടുത്തു വയ്ക്കുന്ന 4 ജോഡി കാർഡുകളും മാച്ച് തന്നെയായിരിക്കും. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. ഇനി ഇതെങ്ങനെയാണ് മാറ്റിവെക്കുന്നത് ഈ കാർഡുകൾ? ഇവിടെ ഞാൻ സൂചിപ്പിച്ചു 2 സെറ്റാണുള്ളത്, എ എന്ന സെറ്റും ബി എന്ന സെറ്റും. ലാസ്റ്റ് 2 കാർഡ്സ് മാച്ച് എന്ന് പറയുന്ന 4 വാക്കുകൾ ഇതിലുണ്ട്. ഓരോ വാക്കിലും അക്ഷരങ്ങളുമുണ്ട്. ലാസ്റ്റ് എന്ന വാക്കിലുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? LAST. ഇതിലെ 1ാമത്തെ അക്ഷരം ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ കളിക്കുന്നയാൾക്ക് നിർദ്ദേശിക്കാം ഈ 2 സെറ്റ് എ ബി എന്ന സെറ്റിൽ നിന്ന് ഏത് കാർഡാണ് മാറ്റി താഴെ വെക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, 1 2 3 4 5 5 കാർഡ് ഇവിടെയും 5 കാർഡ് ഇവിടെയാണല്ലോ. അതില് അദ്ദേഹം എ എന്ന് പറയുമ്പോൾ ഇതില് ഈ എ എന്ന സെറ്റിലെ ഏറ്റവും മുകളിലത്തെ കാർഡ് 1 ആണ്. അതെടുത്ത് അടിയിലേക്ക് വെക്കും. ഇനി ബി ആണ് എന്നാണ് പറയുന്നതെങ്കിലോ, ഇതിന് ഏറ്റവും മുകളിലുള്ളത് 5 എന്ന കാർഡാണ്. അതെടുത്ത് ഇതിന് ചുവട്ടിൽ വെക്കും. അടുത്ത അക്ഷരം എൽ കഴിഞ്ഞാൽ എ ആണ്. എ പറയുമ്പോൾ അയാൾക്ക് എ സെറ്റാണോ ബി സെറ്റാണോ ഇതിലേതും അദ്ദേഹത്തിന് നിർദ്ദേശിക്കാം. അതനുസരിച്ച് മുകളിലുള്ള കാർഡുകൾ താഴേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. അവസാനം ഏറ്റവും മുകളിൽ, ലാസ്റ്റ് എന്ന വാക്ക് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഓരോ സെറ്റിലെയും ഏറ്റവും മുകളിലുള്ള 2 കാർഡുകൾ മാറ്റിവെക്കും. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് TW എന്ന വാക്കാണ്, 2. ഇതേ ക്രമത്തിൽ ഇതിലെ ഓരോ അക്ഷരം പറയുമ്പോഴും എ എന്ന സെറ്റിലെയോ ബി എന്ന സെറ്റിലെയോ മുകളിലത്തെ കാർഡുകൾ താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ വാക്ക് മുഴുവനായും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള കാർഡെടുത്ത് മാറ്റിവെക്കും. അങ്ങനെ അതായത് ഓരോ വാക്കനുസരിച്ച് ഓരോ ജോഡി കാർഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. അവസാനം 2 ജോഡി കാർഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 2 ജോഡി കാർഡിലെ ഏറ്റവും ലാസ്റ്റ് 2 കാർഡ്സ് മാച്ച് ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ കളിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ലാസ്റ്റ് എന്ന ഈ വാക്കിൽ നിന്ന് തുടങ്ങാം. സെറ്റ് എ, സെറ്റ് ബി. എൽ എന്ന അക്ഷരം അദ്ദേഹം സെറ്റ് ബി ആണ് പറയുന്നത്. സെറ്റ് ബി പറയുമ്പോൾ 5 നേരെ ഇതിന്റെ താഴേക്ക് പോകും. താഴേക്ക് പോകാൻ അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ 1ന്റെ ജോഡിയാണ് വരുന്നത്. തൽക്കാലം ബി എന്ന സെറ്റ് ഇവിടേക്ക് മാറ്റി. വീണ്ടും അദ്ദേഹം എ എന്ന
അക്ഷരത്തിന് പകരമായി ബി തന്നെയാണ് പറയുന്നത്. അപ്പം ഇതിലെ നിലവിലിപ്പം ഏറ്റവും മുകളിലുള്ളത് 4 ബി എന്ന സെറ്റിലെ. അത് വീണ്ടും താഴ്ന്നു 5ന്റെ ചുവടെ വന്നു. പിന്നീട് അദ്ദേഹം എ ആണ് പറയുന്നത്. സെറ്റ് എയിൽ ഏറ്റവും മുകളിൽ 1 അത് ഇതിന്റെ താഴേക്ക് വന്നു. അതാണ് ഇത് ഇതിന്റെ ചോടിയാണ്. വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് 3 തന്നെയാണ്. അപ്പം 3 ഇതിന്റെ ചൂടിലേക്ക് വന്നു. ഇപ്പോ ബാക്കിയുള്ളത് എന്താണ്? ഏറ്റവും മുകളിൽ സെറ്റ് എ 2 അത് മാറ്റി വെക്കുന്നു. സെറ്റ് ബിയിലും 2 തന്നെയാണ്. അപ്പം ലാസ്റ്റ് എന്ന വാക്ക് കഴിഞ്ഞപ്പോ ഈ കാർഡുകൾ താഴേക്ക് മാറ്റി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഏറ്റവും മുകളിലത്തെ കാർഡ് 2 1 തന്നെയാണ്. അത് മാച്ചായി. ഇനി ഇത് വരുന്നത് എയിൽ വരുന്നത് ഏറ്റവും ചുവട്ടിലാണ് വരുന്നത്. അപ്പൊ ഇത് നേരെ 5ന്റെ ചുവട്ടിലേക്കാണ്. അപ്പൊ 5 ഇവിടെ 1 അവിടെ വന്നു. 5 അതിന്റെ മുകളില്, 4 അതിന്റെ മുകളില്, 3 അതിന്റെ മുകളില്. ഇതില് ബി ആണ്. ഇപ്പം ബിയിലെ 1 ഏറ്റവും മുകളിലുള്ളത്. അപ്പം 3 4 5 താഴേക്ക് പോകും. 1 ഇതിന്റെ ഏറ്റവും മുകളിൽ. ഇതിന്റെ ചോടിയാണ് ഇതെല്ലാം ഉള്ളത്. ഇപ്പോൾ ഇതിന്റെ ക്രമം ശ്രദ്ധിക്കുക. 1 5 4 3 1 5 4 3. അപ്പൊ ലാസ്റ്റ് എന്ന വാക്ക് കഴിഞ്ഞു. ഇനി 2 ആണ്. TWO. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. യഥാർത്ഥത്തില് നമ്മളിപ്പോ മാറ്റിയത് ഈ അക്ഷരങ്ങൾ അനുസരിച്ചല്ല, പകരം ഈ അക്ഷരങ്ങളുടെ എണ്ണമാണ്. അതായത് ആകെ ഇതില് താഴോട്ടേക്ക് പോയത് 4 കാർഡുകളാണ് എന്നർത്ഥം. അത് സെറ്റ് എയിൽ നിന്ന് തന്നെ 4 കാർഡുകൾ പോകാം, അല്ലെങ്കിൽ സെറ്റ് ബിയിൽ നിന്ന് തന്നെ 4 കാർഡുകൾ പോകാം, അല്ലെങ്കിൽ 2 ഇവിടെ നിന്ന് 2 ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ 3 ഇവിടെ നിന്ന് 1 ഇവിടെ നിന്ന്, അല്ലെങ്കിൽ 3 ഇവിടെ നിന്ന് 1 ഇവിടെ നിന്ന്. എങ്ങനെയായാലും അവസാനം ഏറ്റവും മുകളിലുള്ള കാർഡ് 2 തുല്യമായിരിക്കും. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരേ കാർഡ് തന്നെ 2 2. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ TWO എത്ര അക്ഷരങ്ങളുണ്ട്? 3 അക്ഷരങ്ങളാണ്. അതിപ്പോ 3 പ്രാവശ്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റുക എന്നർത്ഥം. ഇതിൽ 3 അങ്ങോട്ടേക്ക് മാറ്റിയാൽ 3 4 5 മാറ്റിയാൽ ഇതിന്റെ ഏറ്റവും മുകളിൽ എന്ത് വരും? 1. ഇവിടെയും 1 തന്നെ. ഇനി 3 ഇവിടെ 2 ഇവിടെ 1 മാറുന്നു. ഇവിടെ 2 മാറുമ്പോൾ പിന്നീട് മുകളിൽ വരുന്ന 5. ഇവിടെ നിന്ന് 1 മാറുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിൽ വരിക 5 നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഇതിൽ ഒരു സെറ്റ് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അതായത് ബി സെറ്റിനെ ഒഴിവാക്കുന്നു. എ സെറ്റ് മാത്രം എടുത്ത് നോക്കാം. എ സെറ്റ് എടുത്ത് മാറ്റുമ്പം ടിക്ക് 3 മാറുന്നു, ഡബ്ല്യുന് 4 മാറുന്നു, ഓക്ക് 5 മാറുന്നു. ഇപ്പൊ ഇവിടെ എന്തായി? എയില് ഏറ്റവും മുകളിൽ എന്താ വരിക? 1 വരും. ബിയുടെ മുകളിൽ എന്ത് വരും? 1 വരും. അതായത് രണ്ടും ഒരേ കാർഡുകൾ തന്നെയാണ് മാറ്റി വയ്ക്കുന്നത്. മാച്ച്. ഇനി ഈ കാർഡുകൾ നമുക്ക് ഇതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ വേറെ ഒന്നും വരാനില്ല. ഇത് തന്നെയാണ് വരിക. 5 4 3 3 4 5 3 4 5 തിരിച്ചും മറിച്ചും. അങ്ങനെയാണ് ഇപ്പോൾ ഈ കാർഡുകളുള്ളത്. നമ്മൾ തുടക്കം അങ്ങനെയായിരുന്നു. 1 2 3 4 5 1 2 3 4 5 അങ്ങനെ. ഇവിടെയും അങ്ങനെ വന്നു. ഇവിടെയും അതേ ക്രമത്തിൽ തന്നെയാണ്, തിരിച്ചു മറിച്ചു. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇനി എത്ര കാർഡുകൾ ബാക്കിയുണ്ട്? 2 ജോഡികൾ എടുത്തു മാറ്റി വെച്ചു. പിന്നീട് വരുന്നത് 3 ജോഡികൾ മാത്രമാണ്. CARDS എത്ര അക്ഷരങ്ങൾ? 5 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ഈ 5 അക്ഷരങ്ങളിൽ നിന്ന് 3 ജോഡി ഒഴിവാക്കിയാൽ ബാക്കി വരുന്നത് 2 അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ 5 പ്രാവശ്യം മാറ്റുന്നതും 2 പ്രാവശ്യം മാറ്റുന്നതും യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരേ ഫലമാണ് ലഭിക്കുക. അതുകൊണ്ട് ഞാനിവിടെ 2 പ്രാവശ്യം മാത്രമേ മാറ്റുന്നുള്ളൂ. അത് രണ്ടും ബി ആണ് മാറ്റാൻ പോകുന്നത്. ബി മാറ്റാൻ പോവുകയാണ്. 2 പ്രാവശ്യം മാത്രം. കാരണം ഇവിടെ 3 കാർഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ 5 അക്ഷരമുണ്ട്. ആ ഓരോ കാർഡിനും ഓരോ അക്ഷരം, ഓരോ ജോഡിക്കും
ഓരോ അക്ഷരം ഒഴിവാക്കി ബാക്കിയുള്ള 2 കാർഡുകളാണ് നമ്മളിപ്പോൾ മാറ്റാൻ പോകുന്നത്. അപ്പം ബിയിലെ 2 കാർഡുകൾ മാറ്റി വയ്ക്കാൻ പോവാണ്. അങ്ങനെ മാറ്റുമ്പോൾ ആദ്യം 5 മാറ്റി, പിന്നീട് 4 മാറ്റി. ബി എന്ന കാർഡിന്റെ ഏറ്റവും മുകളിൽ എന്താ വരുന്നത്? 3. എ എന്ന കാർഡിന്റെ ഏറ്റവും മുകളിലേക്ക് എന്താ വരുന്നത്? 3 തന്നെ. രണ്ടും സെയിം കാർഡുകളാണ്, മാച്ച് കാർഡുകളാണ്. അപ്പൊ നമുക്ക് ഇത്രയും മാറ്റിയപ്പോൾ ലാസ്റ്റ് 2 കാർഡ്സ്, ഈ 3 വാക്കുകൾ അനുസരിച്ച് കാർഡുകൾ മാറ്റിയപ്പോൾ, ഓരോ സെറ്റിൽ നിന്നും ഓരോ കാർഡ് മാറ്റിയപ്പോൾ കാണുന്ന അത്ഭുതകരമായ കാര്യം, ഇത് മാച്ചാണ്, ഇത് മാച്ചാണ്, ഇത് മാച്ചാണ്. ഓക്കെ, ഇത് ബിയിലാണ് വരിക 5, 4. ഇത് ഇങ്ങോട്ടേക്ക് എയിൽ നിന്ന് എയിലേക്ക്, ഈ എയിൽ നിന്ന് എയിലേക്ക് വന്നു. ഇവിടെ ബിയിലുള്ള ബാക്കി ഇവിടെ വന്നു. ഇതിന്റെ ക്രമം ഇതാ 5, 4, 5, 4 ആണ്. ഇനി ഇതിൽ നിന്ന് എത്ര കാർഡുകളാണ് മാറ്റി വെക്കേണ്ടത്? താഴോട്ട് MATCH 5 അക്ഷരങ്ങളുണ്ട്, 2 കാർഡുകൾ. ഇപ്പൊ 2 കാർഡുകളാകുമ്പോൾ 2 കാർഡുകൾ 2 കാർഡുകൾ അങ്ങനെ വരുമ്പോൾ 4 അല്ലേ? അപ്പൊ 1 പ്രാവശ്യം മാത്രം മാറ്റിയാൽ മതി. ഇതിലെ 5 പ്രാവശ്യം മാറ്റുന്നതും ഇതിലെ 1 പ്രാവശ്യം മാറ്റുന്നതും അല്ലെങ്കിൽ 3 പ്രാവശ്യം മാറ്റുന്നതും എല്ലാം തരുന്നത് ഒരേ ഫലമാണ്. അത് നിങ്ങൾ ഒന്ന് കളിച്ചു നോക്കി തന്നെ മനസ്സിലാക്കി എടുക്കുക, രണ്ടും ഒരേ ഫലമാണോ. ഇതാ ഞാനിവിടെ 1 പ്രാവശ്യം മാത്രമേ മാറ്റുന്നുള്ളൂ, അതായത് 1 കാർഡ് മാത്രം മാറ്റിയാൽ മതി. ഒന്നുകിൽ 5 മാറ്റാം, അല്ലെങ്കിൽ 4 മാറ്റാം. 5 മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതാ 2ഉം 4 മുകളിലേക്ക് വന്നു. ഇനി 4 മാറ്റുന്നതെങ്കിലോ 5 മുകളിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എ എന്ന സെറ്റ് ആയിക്കോട്ടെ. ഇപ്പൊ മുകളിലേക്ക് വന്നത് എന്താണ്? 5 എന്ന 2 കാർഡുകൾ. ഇവിടെ 5, ഇവിടെയും 5. ബാക്കി എന്തുണ്ട്? ഒരേ ജോഡി കാർഡുകളാണ് അല്ലെ? ലാസ്റ്റ് 2 കാർഡ്സ് മാച്ച് ആണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ബാക്കി എല്ലാ ജോഡികളും തുല്യമാണെന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് എല്ലാ ജോഡി കാർഡുകളും ഈ കളിയിൽ തുല്യമാകുന്നത്. ഓക്കെ.